السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها. صدق الله العلي العظيم. وزكيه تزكية وأجملا إجمال من تجملا تجملا. മുഅ്മിനീങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോകത്തേക്ക് പടച്ചയച്ചിട്ടുള്ളത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറയുന്നതായി കാണാം. നമ്മെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് നമ്മളിൽ ഏറ്റവും നല്ല രീതിയിൽ അമലുകൾ ചെയ്തുകൊണ്ട് റബ്ബ് തആലയിലേക്ക് കൂടുതലായി അടുക്കുന്നത് ആരാണെന്ന് റബ്ബ് തആല ഇവിടുന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് റബ്ബ് തആല നമ്മോട് ആത്മാവിനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ വളരെ ഗൗരവത്തോടു കൂടി കൽപ്പിക്കുന്നതായി കാണാം. ഹബീബായ തങ്ങൾ അവിടുന്ന് നമ്മോട് ആത്മസംസ്കരണത്തെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നതായി കാണാം. സുഹൃത്തുക്കളെ, റബ്ബ് തആല ഖുർആനിലൂടെ ഒരുപാട് ഗൗരവമേറിയ വിഷയങ്ങളെ ഒരുപാട് കാലങ്ങളിൽ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്ത് പറയുമ്പോ ആ തസ്കിയത്തുൻ നഫ്സിനെ ഖുർആനിൽ പരാമർശിക്കുന്ന സമയത്ത് 11ഓളം പ്രാപഞ്ചിക സത്യങ്ങളെ അവിടുന്ന് തൊട്ട് സത്യം ചെയ്തുകൊണ്ടാണ് റബ്ബ് തആല നമ്മോട് തസ്കിയത്തുൻ നഫ്സിന് വേണ്ടി കൽപ്പിക്കുന്നുള്ളത്. എന്ന് തുടങ്ങുന്ന സൂറത്തിൽ അതാ 11ഓളം പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു അവിടുന്ന് പറയുകയാണ്, ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഹൃദയം എന്നുള്ളത് നന്മയുടെയും തിന്മയുടെയും സങ്കേതമാണ്. എല്ലാ നന്മകളും തിന്മകളും ഒരുമിച്ച് കൂടാനുള്ള സങ്കേതമാണ്. ആ ഹൃദയത്തെ നമുക്കതാ തസ്കിയത്ത് നടത്തിക്കൊണ്ട് സംസ്കരിച്ചെടുക്കാൻ നമുക്ക് അവിടുന്ന് സാധിക്കുമ്പോ അത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയം നമുക്ക് അവിടുന്ന് സംസ്കരിച്ചെടുക്കാൻ സാധിക്കണം. മുഅ്മിനീങ്ങളെ, എന്താണ് സംസ്കരണം എന്ന് പറഞ്ഞാൽ മഹത്തുക്കളായ ഇമാമുമാർ നമ്മോട് പഠിപ്പിക്കുകയാണ്. ഹൃദയത്തിൽ നിന്ന് വേണ്ടാധീനത്തിന്റെ ചിന്തകളെയും അവിടുന്ന് ഒരുപാട് രോഗമാനം തുടങ്ങിയ അമ്രാദുൽ ഖുലൂബുകളെ തൊട്ട് അതാ ഹൃദയത്തെ അവിടുന്ന് മോചിപ്പിക്കലാണ്. മുഅ്മിനീങ്ങളെ, ശാരീരികങ്ങൾ ഒരുപാട് നമുക്ക് മഹത്തുക്കളായ സൂഫി വര്യന്മാർ നമുക്ക് പാടിത്തന്നതായി കാണാം. വസക്കി തസ്കിയതൻ വഅജ്മല ഇജ്മാല മൻ തജമ്മുലൻ തജമ്മല. മുഅ്മിനീങ്ങളെ, തസ്കിയത്ത് നടത്താൻ വേണ്ടി കൽപ്പിക്കുകയാണ്. എന്താണ് തസ്കിയത്ത്? അത്തഅലിയത്ത് ബഅദ തഖ്ലിയത്ത് എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ആദ്യം നമ്മുടെ ഹൃദയം അവിടുന്ന് മുഴുവൻ തിന്മകളിൽ നിന്നും എല്ലാ തിന്മകളിൽ നമ്മൾ ഇത് കാലിയാക്കണം. എന്നിട്ടതാ നല്ല നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് അവിടുന്ന് നമുക്ക് ആ ഹൃദയം നിറയ്ക്കാൻ സാധിച്ചാൽ അതാണ് തസ്കിയത്ത് നഫ്സ് എന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, എങ്ങനെയാണ് ഹൃദയത്തെ പരിശുദ്ധിയാക്കി എടുക്കേണ്ടത്? ഹബീബായ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ. നമ്മുടെ ശരീരത്തിൽ അവിടുന്ന് ഒരു മാംസകഷ്ണമുണ്ട്. അതെങ്ങാനും അവിടുന്ന് നന്നായി കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോയത് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, എങ്ങനെയാണ് നാം ഹൃദയ ശുദ്ധീകരണത്തിലേക്ക് എത്തേണ്ടത്? നമുക്കറിയാം, ഹൃദയം എന്നുള്ളതിന്റെ നമ്മുടെ കൈ, കണ്ണും കാലും മൂക്കുമെല്ലാം ഓരോ അവയവങ്ങളും ഹൃദയത്തിലേക്കുള്ള പട്ടാളമാണ്. ആദ്യം നാം കണ്ണിനെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കണം. കണ്ണിനെയും കായിനെയും എല്ലാം നമുക്കതാ ഒരുപാട് തിന്മകളിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ സാധിക്കണം. മുഅ്മിനീങ്ങളെ, അത് മുഖേന നമുക്ക് അവിടുന്ന് തസ്കിയത്തിന് കരസ്ഥമാക്കാൻ സാധിക്കണം. മഹാന്മാരായ ഉലമാക്കൾ നമ്മോട് പഠിപ്പിച്ചത് എന്താണ്? ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് നമ്മോട് പഠിപ്പിക്കുകയാണ്. നാം അതാ ഹൃദയ ശുദ്ധീകരണം കൈവരിക്കണമെങ്കിൽ ആദ്യമായി നാം ഒരു ശൈഖിനെ സ്വീകരിക്കണം. എങ്ങനെയാണ് ശൈഖിനെ സ്വീകരിക്കേണ്ടത്?
കേവലം ദിക്ർ പറയുന്നതിന് ശൈഖിനെ സ്വീകരിക്കുക എന്നുള്ളതല്ല. നമുക്കറിയാം, നാം നമ്മുടെ പഠിപ്പിച്ചു തരുന്നതായ ഉസ്താദന്മാര്, ഒരുപാട് ഉസ്താദന്മാര് നമുക്ക് അവിടുന്ന് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ഉസ്താദന്മാര് പോയ മാർഗത്തിലൂടെ അവർ കാണിച്ചു തരുന്ന ജീവിത ശൈലി അവിടുന്ന് നമുക്ക് അവിടുന്ന് ജീവിതത്തിലുടനീളം പകർത്തിയെടുക്കാൻ സാധിച്ചാൽ അതാണ് അവനക്കുള്ള ഏറ്റവും വലിയ തസ്കിയത്തുൻ നഫ്സ് എന്ന് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് അവർ നമ്മോട് പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഉസ്താദന്മാർ അതേ പഠിപ്പിക്കാൻ നമുക്ക് അവിടുന്ന് സാധിക്കണം. മാത്രമല്ല, തസ്കിയത്തുൻ നഫ്സിലൂടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും തൊട്ട് നാം പിന്മാറി നിൽക്കലാണ്. നാം ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തു പോയവരാ. ജീവിതത്തിൽ സാഹചര്യങ്ങൾ കടിമപ്പെട്ടു പോയിക്കൊണ്ട് ഒരുപാട് ഹറാമുകൾ ചെയ്തു പോയവരാ. അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്, അന ഇൻദ വന്നി അബ്ദി ബി അല്ലാഹു തആല നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ അടിമ എന്നെക്കൊണ്ട് എന്താണോ വിചാരിച്ചു വെച്ചിട്ടുള്ളത്, ഞാൻ അവൻ എന്നെക്കൊണ്ട് അവൻ വിചാരിച്ചതിന്റെ സ്ഥാനത്താണ്. മുഅ്മിനീങ്ങളെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയവരാ. എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് വന്നു പോയവരാ. എന്റെ റബ്ബിനെക്ക് പൊരുത്തപ്പെട്ടു തരുമോ എന്ന റബ്ബിനോട് ആശങ്കയിലാണോ നാം പെരുമാറുന്നത്? പഠിപ്പിക്കുകയാണ്, റബ്ബിനെ കുറിച്ച് എപ്പോഴും നാം നല്ല നിലക്ക് അവിടുന്ന് നമുക്ക് അവിടുന്ന് തോപ കിട്ടും. റബ്ബിന്റെ റഹ്മത്ത് എത്രയോ വലുതാണല്ലോ. മുഅ്മിനീങ്ങളെ, നാം എങ്ങനെയാണ് ആത്മസംസ്കരണം നടത്തേണ്ടത്? റബ്ബിനോട് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. റബ്ബേ, സാഹചര്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ഒരുപാട് ഹറാമ് ചെയ്തു പോയവരാ റബ്ബേ, നിന്നെ ധിക്കരിക്കണമെന്ന ഉദ്ദേശത്തോട് ഒരു ഹറാമ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല റബ്ബാനെ. ഉറപ്പിച്ച് പറയാൻ കഴിയുമല്ലോ മുഅ്മിനീങ്ങളെ. ആ നിലക്ക് റബ്ബിനോട് നമുക്ക് മടങ്ങാൻ സാധിച്ചാൽ ഏറ്റവും വലിയ തസ്ബീഹത്തുൻ നഫ്സ് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ഹൃദയശുദ്ധി ഒരുപാട് കാലം ജീവിച്ചത് കൊണ്ട് മാത്രമായില്ല മുഅ്മിനീങ്ങളെ. ആ ജീവിക്കുന്ന കാലം അത്രയും റബ്ബിലേക്ക് കൂടുതലായി അടുക്കവിടുന്ന് സാധിക്കണം. നമ്മുടെ കഴിഞ്ഞു പോയ മഹാന്മാരൊക്കെ വിജയിച്ചവരുടെ ചരിത്രങ്ങൾ മുഴുവൻ എടുത്തു നോക്കിയാൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം തങ്ങളുടെയും മറ്റുള്ള ഒരുപാട് സഹാബികളുടെയും എല്ലാം ജീവചരിത്രം എടുത്തു നോക്കിയാൽ വിജയിച്ചവരൊക്കെ വിജയിച്ചിട്ടുള്ളത് ആത്മസംസ്കരണത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിലൂടെ പല പ്രാവശ്യങ്ങളായിട്ട് ഹബീബായ തങ്ങളെ കുറിച്ച് വിശേഷിക്കുന്ന സമയത്തും തസ്കിയത്ത് നടത്തുന്നവരാണ് എന്നാണ് ഹബീബായ തങ്ങൾക്ക് അവിടുത്തെ മഹത്വമുള്ള വിശേഷമായി പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വ തആല വേണ്ടതുപോലെ ആത്മവിചിന്തനം നടത്താൻ നമുക്ക് ഇവിടെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.